വെൻ റെസിസ്റ്റൻസ് കംസ് ഇൻക്രീസ് ദ ഇൻറ്റൻസിറ്റി. അതായത് തടസ്സങ്ങൾ വരുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ശക്തി കൂടട്ടെ. പ്രാർത്ഥനയെക്കുറിച്ച് പ്രിവെയിലിംഗ് പ്രയറിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തളർന്നു പോകാതെ മടുത്തുകൂടാതെ പ്രാർത്ഥിക്കുക. മടുത്തുകൂടാതെ പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് കർത്താവ് തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം 18 അധ്യായത്തിൽ ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. ഞാൻ അതിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ തടസ്സം നമ്മുടെ ജഡമാണ്. നമ്മൾ പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തിയോ 100 ചിന്ത കയറി വരും. പ്രാർത്ഥിക്കാൻ മുറിക്കാത്തിരുന്നോ ഫോൺ അടിക്കാൻ തുടങ്ങും. എങ്ങുമില്ലാത്ത ആളുകൾ അന്നേരം കാണാൻ വരാം. ഒരു പ്രാർത്ഥന വെച്ചോ അന്നേരം ആരെങ്കിലും ഗസ്റ്റ് കയറി വരും. അതിന് പ്ലാനിങ് ഇല്ലല്ലോ നമുക്ക്, അതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ ദൈവത്തോട് പറയുക, കർത്താവേ നീ ഇന്ന് മുതൽ എൻ്റെ ടൈം ടേബിൾ അങ്ങ് എടുത്തോ. എൻ്റെ ജീവിതത്തിൻ്റെ ടൈം ടേബിൾ നിൻ്റെ കയ്യിൽ. ആരെപ്പം വരണം ആര് വരണ്ട നീ തീരുമാനിക്കണം. ആരെന്നോട് മിണ്ടണം ആരെന്നെ കാണണം എന്ന് നീ തീരുമാനം. എവിടെ പോകണം ഒക്കെ അങ്ങനെ അങ്ങോട്ട് വിട്ടു കൊടുക്കുമ്പോണ്ടല്ലോ ഒരു വലിയ അടുക്കും ചിട്ട ഇങ്ങനെ കർത്താവ് വേണ്ടി വരും. അതൊരു വലിയ അതെങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ഈ തിരുവല്ല വന്നിട്ട് 3 കൊല്ലമായി. ഇപ്പം ആദ്യം നമുക്ക് തിരുവല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയം താമസിച്ചിട്ടില്ലാത്തൊരു സ്ഥലം, നമുക്കറിയാം, കാരണം വീട്ടുകാരെല്ലാം ഉള്ളൊരു സ്ഥലമാണ്. പക്ഷെ 3 കൊല്ലം എടുത്തപ്പോൾ ഈ കൊല്ലമാണ് നേരത്തെ എല്ലാം വൃത്തിയാക്കണം. ഈ കൊല്ലം കർത്താവ് തന്നെ വന്നിട്ട് ഓരോന്നോരോന്നിട്ട് ഭിത്തിക്ക് പെയിൻ്റ് അടിക്കുന്നു, പിന്നെ കിണറിന് വൃത്തിയാക്കുന്നു, പിന്നെ ഇലക്ട്രിസിറ്റിയുടെ കാര്യം നോക്കുന്നു. ഇതൊന്നും നമ്മളല്ല, എല്ലാം ദൈവം തമ്പുരാൻ തന്നെ ഒന്നിൻ്റെ പുറകെ ആളുകളെ വിട്ടിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു ഈ വർഷം. അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഞാൻ ഉദ്ദേശിക്കാത്ത പല കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ടല്ലോ കർത്താവേ എന്ന് ഞാൻ ദൈവത്തോട് പറയും. അപ്പോൾ എൻ്റെ ഗാർഡനിലാണേലും ഒത്തിരിയും ചെടികളൊക്കെ ഉണ്ട്. ചുമ്മാ വരുമ്പോൾ എല്ലാം നട്ടു വെക്കുമല്ലോ, നമ്മുടെ ഒരു സ്വഭാവമല്ലേ. പിന്നെ അതിനകത്തൊന്ന് വേണ്ടാത്തത് മാറ്റി വേണ്ടിയതാക്കാൻ ഒരു പ്രക്രിയയാണ്, വർഷങ്ങളെടുക്കും. പക്ഷേ ഒരടുക്കും ചിട്ടയും ക്രമേണ വരുന്നു. അത് കഴിഞ്ഞ് വീട്ടിനകത്തേക്ക് ഓർഡർ വരുന്നു. വീട്ടിനകത്തെല്ലാം വേണ്ടി സാധനങ്ങളെല്ലാം വെക്കുന്നു. ഒരു മൈക്ക് വാങ്ങിച്ചു വെച്ചു പ്രയർ നടത്തുമ്പോൾ നടത്താൻ, പ്രാർത്ഥിക്കാൻ. ഇങ്ങനെ ഓരോന്ന് നമ്മൾ ചെയ്യുമ്പോൾ ഇതൊന്നും നമ്മളല്ലല്ലോ, ഇതൊന്നും നമ്മുടെ പ്ലാനിലുള്ളതല്ല. അത് കർത്താവിനെ അങ്ങോട്ട് ഏൽപ്പിക്കുമ്പം ദൈവം തമ്പുരാൻ നമ്മുടെ കാര്യസ്ഥനായിട്ട് വന്ന് വീടും പരിസരം നോക്കുക തന്നെയല്ല, അതുപോലെ നിൻ്റെ ഹൃദയത്തെയും ആക്കിയെടുക്കും. ഈ പുറമേ കാണുന്ന ഈ ശുദ്ധീകരണം നോക്കുമ്പോൾ അകമേ നിന്നെ തന്നെ ശുദ്ധീകരിച്ചിട്ടാണ് ദൈവം ഇത് ചെയ്യുന്നത്. കാരണം ദൈവത്തിൻ്റെ വകയായി മാറി ഈ സ്ഥലമല്ല. ഇതിൻ്റെ ഇടയ്ക്ക് ബലഹീനത വരുന്നുണ്ടോ, ആപത്ത് വരുന്നുമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഇത് ആപത്തില്ലാത്തൊരു ലോകത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ വി കോൺസെൻട്രേറ്റ് ഓൺ ദ പവർഫുൾ പ്രസൻസ് ഓഫ് ദ ലിവിങ് ഗോഡ്. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അപ്പം നമ്മൾ നോക്കുമ്പോഴേ ഈ യാബോക്ക് എന്ന കടവിൽ വെച്ച് ദൈവവുമായിട്ട് അല്ലെങ്കിൽ ദൈവപുരുഷനുമായിട്ട് യുദ്ധം ചെയ്ത് ജയിച്ചു കഴിഞ്ഞപ്പം ഇസ്രായേൽ എന്ന് പറഞ്ഞ വ്യക്തി തിരിച്ചു പോകുമ്പോൾ യേശാവിനെ കണ്ടപ്പം യാക്കോബ് വിളിച്ച് പറയാണ്, ഞാൻ ദൈവത്തിൻ്റെ മുഖം കാണുന്നെന്ന്. അല്ല, ഇന്നലെ ഇപ്പം വരെ കൊല്ലുമെന്ന് പറഞ്ഞ ആളിപ്പോൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ മുഖമാക്കി മാറ്റിയത്? ഒരു നിമിഷം പ്രിവെയിലിംഗ് പ്രയർ, അതായത് തീക്ഷ്ണമായ പ്രാർത്ഥന. ഇന്ന് രാത്രിയിൽ എന്തോ സംഭവിച്ചു. കാറ്റിനെയും കോളിനെയും നിയന്ത്രിക്കുന്നവൻ തിരിച്ചു വിട്ടിട്ട് വേറെ പുതിയ കാറ്റ് അയപ്പിച്ചു തന്നു. ഇന്നലെ വരെ മഴ പെയ്തെടുത്ത് ഒറ്റ ദിവസത്തെ വെയിൽ കൊണ്ട് വെള്ളം താണു. ആകാശമണ്ഡലത്തിൽ യുദ്ധമാണെന്ന് പറഞ്ഞെടുത്ത് ഒരാഴ്ചത്തേക്ക് യുദ്ധം നിർത്തി നിന്നെ കടത്തി വിട്ടു. പോരെ, ഇതൊക്കെ ചെയ്യുന്ന ആരാ? ദൈവം. ദാറ്റ്സ് കോൾഡ് പ്രിവെയിലിംഗ് പ്രയർ. ദൈവമക്കൾക്ക് എങ്ങനെ പോയാലും ദൈവം ഒരു വഴി ഒരുക്കും. ദൈവത്തിൻ്റെ എന്നാൽ പെർസിക്യൂഷനിൽ പലരും പെർസിക്യൂഷനിൽ കൂടെ പോകുന്നുണ്ട്. അവർക്ക് ആ വിളിയുള്ളവരാണ്. അല്ലാതെ എല്ലാവരും ഒന്നും പെർസിക്യൂഷൻ ദൈവം വിടത്തില്ല. നമ്മളെ കൊണ്ടൊക്കെ പെർസിക്യൂഷൻ ഇട്ടാൽ നമ്മൾ ആദ്യത്തെ ദിവസമേ തീർന്നു. പിന്നെ നമ്മൾ വെറുതെ പെർസിക്യൂഷൻ ദൈവത്തിൻ്റെ മഹത്വം നമുക്കല്ല, അത് വിളിയുള്ളവർക്കുണ്ട്. അവരെ അതിനെ നിർത്താൻ അറിയാൻ ദൈവം അവർ നിർത്തിക്കോളും. കൃപയിലാണ് ഇതെല്ലാം നടത്തുന്നത്. ദൈവം നമ്മളോട് പറയുന്ന ജെനുവിൻ എൻകൗണ്ടർ വിത്ത് ഗോഡ്. ഒരു ദൈവവുമായിട്ട് നിൻ്റെ ദേഹം, ദേഹി, ആത്മാവ് ഒരുപോലെ ദൈവത്തോടെ ഇടപെടണം. ആദ്യം നിൻ്റെ ആത്മാവിനെ കൊണ്ട് കർത്താവിന് മുമ്പിൽ കൊണ്ടുവെക്കണം. അത് പുതിയ സൃഷ്ടിയായവർക്ക് മനസ്സിലാകത്തുള്ളൂ. ഗലാത്യർ 5:17 പറയുന്നത്, ദ ഫ്ലഷ് ലസ്റ്റ് അഗൻസ്റ്റ് ദ സ്പിരിറ്റ് ആൻഡ് ദ സ്പിരിറ്റ് ലസ്റ്റ് അഗൻസ്റ്റ് ദ ഫ്ലഷ്. ലസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അഴുക്ക് വേർഡാണ്. ലസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിഹിതമായ ബന്ധങ്ങൾ, സ്നേഹം വേണ്ടാത്തടത്ത് ചെല്ലുന്നത് ലസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഒരാളെ കണ്ടു, ഒരു പ്രാവശ്യം നോക്കി, ഒരു കുഴപ്പമില്ല. പക്ഷെ രണ്ടാമത് നോക്കുമ്പോൾ നീ ദുർചിന്ത കൊണ്ടാണ് നോക്കിയെങ്കിൽ ലസ്റ്റാ. അത് നിൻ്റെ കണ്ണുകൊണ്ട് നീ പാപം ചെയ്ത് കഴിഞ്ഞു.
ഒരിക്കലും. അതാണ് ഹൃദയം ശുദ്ധമാണെന്ന് ദൈവം പറയുന്നത്. ഇതൊക്കെ നമ്മൾ ശുദ്ധീകരിച്ച് കഴുകി വെട്ടിപ്പാക്കി തീക്കകത്ത് ഇറക്കി വരുമ്പോഴേ ഇതൊക്കെ അറിയത്തുള്ളൂ, അല്ലെ നമ്മൾ വീണുപോകും. അപ്പോൾ അതിൻ്റെ മലയാളം ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. അപ്പം ജഡവും ആത്മാവും കൂടെയുള്ള യുദ്ധമാണ്. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമാണ്. അപ്പോൾ ഈ ഫ്ലഷും ആത്മാവും കൂടെ, ജഡവും ആത്മാവും കൂടെ എന്നും യുദ്ധമുണ്ട്. യുദ്ധം ഇത് ഈ എന്നിലുള്ള ജഡ എടുത്ത് കളയുന്നതിന് പകരം ഓരോരുത്തരും വന്ന് പ്രാർത്ഥിക്കാൻ പറയും, നിൻ്റെ അപ്പാപ്പൻ അവിടെ കൂടോത്രം ചെയ്തിട്ടുണ്ട്, നിൻ്റെ അമ്മൂമ്മ അവിടെ ശാപം ചെയ്തിട്ടുണ്ട്. മണ്ടത്തരം വിളിച്ച് പറഞ്ഞ് മനുഷ്യൻ്റെ നിന്ന് കാശ് വാങ്ങിക്കുന്ന പരിപാടി. അല്ല, നമ്മുടെ ദൈവത്തിന് തീയില്ലേ? കർത്താവിൻ്റെ തീക്ക് ശക്തിയില്ലേ? അവനോട് കൊണ്ടൊരു ഒരു സാധനം കൊണ്ട് വെച്ചു, അതിനകത്ത് മുടിയുണ്ടായിരുന്നു, അതിനകത്ത് ഇതുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിക്കും, എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ ഇതിന് ശക്തിയുണ്ട്? ഒന്നുമില്ല. നമ്മൾ പറയണം എൻ്റെ ദൈവത്തിൻ്റെ ബലം, അവനുമായിട്ടുള്ള ബലത്തിൽ തീകത്തി നിൽക്കുമ്പോഴേ ഏത് ശത്രുവാണേലും കരിഞ്ഞു. പക്ഷേ ഒന്ന് നമുക്ക് പ്രശ്നമുള്ള എൻ്റെ തന്നെ ജഡമാണ്. കർത്താവ് 5 മണിക്ക് പ്രാർത്ഥിക്കാൻ 5 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് നമ്മൾ എഴുന്നേൽക്കാൻ പാടാം. എന്നാൽ കർത്താവിനോട് പറയണം, കർത്താവേ ഞാൻ അതിന് പകരം രാത്രി ഇരുന്ന് പ്രാർത്ഥിച്ചേച്ച് കിടക്കും. എന്തെങ്കിലും ദൈവമായിട്ട് സംസാരിക്കാൻ നമുക്ക് ഒക്കുമല്ലോ, കർത്താവ് ചെയ്തു തരുമല്ലോ. നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ അമേരിക്കയ്ക്ക് പോകുമ്പോൾ ഇവിടുത്തെ സമയത്ത് നടത്താനൊക്കെ ഒക്കത്തില്ല. സോ വി ചേഞ്ച് അവർ ടൈമിങ്, ഇല്ലേ? എന്തെങ്കിലും കുറ്റം പറയും? ഇല്ല. ഈ ദൈവം നമ്മുടെ കൂട്ടുകാരൻ കൂടെ. നമ്മളെ വടിയെടുത്ത് അടിക്കുന്ന ദൈവമൊന്നുമല്ല. അടിച്ചാലേ നന്നാകത്തുള്ളെന്നുണ്ടാൽ അത് സങ്കടമാണ്. പ്രിവെയിലിംഗ് പ്രെയർ വെൻ റെസിസ്റ്റൻസ് കംസ് ഇൻക്രീസ് ഇൻ വെലോസിറ്റി അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി. അതായത് ദൈവം ഒരു വാഗ്ദത്തം തന്നു, നിൻ്റെ മകളുടെ കല്യാണം അടുത്ത വർഷം നടക്കും. പലർക്കും നടന്നു കിട്ടും. ഇതും വെച്ചുകൊണ്ട് ചുമ്മാ ഇരുന്ന ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞുതരാം. പിന്നെ ആ വിഷയം എടുത്ത് പ്രാർത്ഥിക്കണം എല്ലാ ദിവസവും, അല്ലെ ആഴ്ച 2 ദിവസം 1 ദിവസം ഉപവസിച്ച് അത് വെച്ച് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ആദ്യം ഒരു ഗണകം കയറി വരും, നമുക്കിഷ്ടമില്ലാത്ത ദുഷ്ടൻ. അപ്പോൾ നമ്മൾ എൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് ഇതാ ഒരു നല്ല ചെറുക്കം വന്നിട്ടുണ്ട്, അതേപോലെ അവനെ അല്ല ദൈവം ഉദ്ദേശിച്ച്. അപ്പം നമുക്ക് വലിയ സന്തോഷമായി. ദൈവത്തോട് ചോദിക്കാതെ നമ്മൾ ഒന്നായിട്ട് കല്യാണം നടക്കും. പക്ഷെ കുറച്ച് നമുക്ക് മനസ്സിലായി എന്താ അപാകത ഇതിനകത്തുണ്ട്. എങ്ങനെയാണ് ദൈവം തന്നെ കാരണം കൊണ്ട് ആ കല്യാണം മാറ്റിക്കളയും. അപ്പം നമ്മൾ പറയും പ്രാർത്ഥിച്ചത് ശരിയല്ലയോ? നമ്മുടെ ചിന്ത എപ്പോഴും അത്. നമ്മളൊരിക്കലും പറയത്തില്ല അത് ദൈവത്തിൻ്റെ അല്ലാത്തതുകൊണ്ടാണ് മാറി. ആദ്യം ദൈവത്തോട് ചോദിച്ചില്ല, ഇവനാണോ എന്ന് ചോദിച്ചില്ല. നമ്മൾ പ്രാർത്ഥിച്ചപ്പം ദൈവത്തിന് വേണ്ടി പ്രശ്നം ദൈവം തരുന്നതല്ലേ. ഇതൊക്കെ നമ്മുടെ ചിന്തകളാണ്. അത് കഴിഞ്ഞിട്ട് കർത്താവ് കുറച്ചുകൂടെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പറയും, എൻ്റെ കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ ഹിതമുള്ളവർ വരാവ്. അപ്പം നമ്മൾ ഇച്ചിരി കൂടെ താണും. അപ്പം ഞാൻ ഇച്ചിരി കൂടെ പ്രാർത്ഥിക്കാൻ പോവാണ്, തിരുഹിതമുള്ളവർ വരുമ്പോൾ സ്വീകരിക്കാനുള്ള കഴിവ്, അല്ലാത്തവരാരെയും ഇങ്ങോട്ട് പറഞ്ഞു വിടരുത്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കുറച്ച് സമയമെടുത്താലും പിന്നെ കൊണ്ടുവരുന്ന വ്യക്തി പരിശുദ്ധാത്മാവ് പറയും ഇവൻ തന്നെയാണ്, ആ വിവാഹമാണ് നിൻ്റെ വിവാഹം. നമ്മൾ എടുത്തു ചാടിയത് മണ്ടത്തരം. പക്ഷേ ദൈവം അത് നിയന്ത്രിച്ചു തന്നു. ഇതാണ് ദൈവപ്രവർത്തനം. എപ്പോഴും സ്നേഹിക്കുന്ന ഒരു ദൈവം, എപ്പോഴും നമുക്ക് നന്മ മാത്രം ചെയ്യുന്ന ഒരു ദൈവം നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുക. അറിയുന്നുണ്ടോ? പ്രിവെയിലിംഗ് പ്രെയർ. പ്രശ്നം ഒരു വാഗ്ദത്വമുണ്ടോ? പ്രശ്നമുണ്ട്. പ്രാർത്ഥിക്കാൻ തുടങ്ങിയോ തടസ്സം വരും. അവിടെ നിൽക്കരുത്. യു ഹാവ് ടു റൈസ് എബവ് ദാറ്റ് ലെവൽ ആൻഡ് പ്രേ. ഇച്ചിരി കൂടി ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇച്ചിരും കൂടെ ശക്തമായിട്ട് പ്രാർത്ഥിക്കും. എങ്ങനെ പ്രാർത്ഥിക്കും? കഴിഞ്ഞ ദിവസം സങ്കീർത്തനം എടുത്ത് 91-ാം സംഖ്യയിലെ 121-ാം സങ്കീർത്തനം കഴിഞ്ഞ ദിവസം 5 പ്രാവശ്യം വായിച്ചുള്ളെങ്കിൽ ഈ പ്രാവശ്യം 10 പ്രാവശ്യം ഞാൻ വായിക്കും. അതാണ് ഇൻക്രീസിങ് ഇൻറ്റൻസിറ്റി. ഒരു വാക്യം 10 പ്രാവശ്യം പറഞ്ഞുണ്ടെങ്കിൽ ഇന്ന് ഞാൻ 100 പ്രാവശ്യം അത് പറയും. അത് തന്നെ അത് ജീവിച്ച് അത് വൃക്ഷമായി ഫലം കായ്ക്കുന്നിടം വരെ ഞാൻ പ്രാർത്ഥിക്കും. ഇത് ബേസിക് അല്ല, ഫണ്ടമെൻ്റൽ ട്രൂത്ത്സാണ് പറയുന്നത്. എത്ര പേര് പ്രാപിച്ചെടുക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഇത് പ്രാപിച്ചെടുക്കാനായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ്. പിന്നെ തീഷ്ണതയുള്ളവർ ഇത് പ്രാപിച്ചെടുക്കുകയും ചെയ്യും. നമ്മളിപ്പോൾ പുറകോട്ട് നോക്കിയാൽ കാര്യം നേടിയിട്ടുള്ള പല കാര്യങ്ങളും വർഷങ്ങളോളം മടുത്തുകൂടാതെ പ്രാർത്ഥിച്ച് നേടിയതാണ്. ഇപ്പോൾ ഈ വീട് തന്നെ എത്രയോ വർഷം, 16 വർഷം കൊണ്ടാണ് ഈ വീട് പണിത് തീർത്തത്. ഇടയ്ക്കായപ്പോൾ ഇട്ടുകൊടുത്തു, ഇനിയും വയ്യ കർത്താവെന്ന് പറയാം. അതുപോലെ ഇത്ര പേരെ കൊണ്ടൊന്നും ഇവിടെ പ്രാർത്ഥിപ്പിച്ചിട്ടുണ്ട്. നേരത്തെയുള്ള സ്ഥലത്താണെങ്കിൽ ഓരോ മതിലേൽ ഓരോ കമ്പിയെ പിടിച്ച ആളുകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അറിയാമോ? പക്ഷെ എന്നിട്ടും പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ അവസാനം ചെയ്തു തരും. ആ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചിട്ട്
ആ വാഗ്ദത്തത്തെ പ്രാപിക്കുന്നിടം വരെ ദൈവവചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ ആഗണൈസിങ് പ്രയർ എന്നാണ് പറയുന്നത്. ഇപ്പോൾ യേശുക്രിസ്തു പ്രാർത്ഥിച്ചോ ഗെത്സമന തോട്ടത്തിൽ? 12 ശിഷ്യന്മാരെ എടുക്കുന്നതിന് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, രാത്രി മുഴുവനും പ്രാർത്ഥിച്ച് അപ്പൻ ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് യേശു 12 പേരെ തിരഞ്ഞെടുത്തത്. അതിലൊരു യൂദായുമുണ്ട്, ദൈവം തന്നെ നിയോഗിച്ചതാണ്. അപ്പം നമ്മൾ യേശു പ്രാർത്ഥിച്ചോ എന്ന് ചോദിച്ചാൽ ഗെത്സമന തോട്ടത്തിലെ പ്രാർത്ഥന, അതായത് വേർപ്പ് രക്തത്തുള്ളി ആകുന്നിടം വരെ, അതാണ് ആഗണൈസിങ് പ്രയർ എന്ന് പറയുന്നത്. നമ്മുടെ വേർപ്പിനെ രക്തത്തുള്ളിയാക്കി വീഴുന്ന ലെവലിൽ വരെ. നമ്മൾ ചിലർ പറഞ്ഞു കേട്ടില്ലേ, എൻ്റെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീര് വെള്ളമല്ല പിച്ച, കണ്ണുനീരല്ല രക്തമാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? നമ്മുടെ വേദന ആർക്കും മനസ്സിലാവൂല, ഒരു വ്യക്തിയുടെ വേദന. പക്ഷെ ദൈവത്തിന് മനസ്സിലായി. എന്തിനാ വല്ലവരോടും പറഞ്ഞ് സമയം കളയുന്നത്? സമയം വേസ്റ്റ് ചെയ്യാതെ അപ്പച്ചൻ്റെ അടുക്ക കടന്നു പോകും. ആത്മാവ് തീക്ഷ്ണമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുക. അതിപരിശുദ്ധനായ ദൈവം പറയാണ്, ദ പ്രിവെയിലിംഗ് പ്രയർ എന്ന് പറയുന്നത്, നിനക്ക് പ്രയാസം വരുമ്പോൾ ഇരട്ടി ശക്തിയോട് അവൻ്റെ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, പ്രാർത്ഥിക്കുക. ഇതിനാണ് ഹോളി റെസ്ലിംഗ് എന്നാണ് പറയുന്നത്. അതായത് ദൈവവുമായിട്ട് മൽപ്പിടുത്തമാണ്. ദൈവം നോക്കുന്ന ഇതാണ്, ഇവൻ ഈ അനുഗ്രഹം പ്രാപിക്കാൻ യോഗ്യനാണോ? ദാറ്റ്സ് ഓൾ ദി ക്വസ്റ്റ്യൻ. അല്ലാത്തതിൻ്റെ കയ്യിൽ, കുരങ്ങൻ്റെ കയ്യിൽ പൂമാല, ഇപ്പോൾ നമ്മൾ പോകുന്നില്ല, പൂമാല വലിച്ചെറിഞ്ഞ് കുരങ്ങൻ്റെ കൊടുത്തു, അവനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വെച്ച് വലിച്ചു കയറി ദൂരക്കളെ. അവൻ്റെ കയ്യിൽ ഒരു 100 രൂപയുടെ നോട്ട് കൊടുത്ത് അവൻ നോക്കി വെച്ച് വലിച്ചു കയറിക്കളെ. വാട്ട് ഇസ് ദ പോയിൻ്റ്? അങ്ങനെയല്ലേ പലരിലും. അതാണ് ഹോളി റെസ്ലിംഗ്. ഇത് കിട്ടിയാൽ ഇവനിത് ശരിയായിട്ട് ഉപയോഗിക്കുമെന്നുള്ള ആ ഒരു തെളിച്ചം വരാതെ ദൈവം അനുഗ്രഹിക്കത്തില്ല. ശാശ്വതമായ അനുഗ്രഹങ്ങൾക്ക് മുൻപേ ഒരു യുദ്ധമുണ്ട്, ഒരു കൂരിരുട്ട് യാത്രയുണ്ട്. ഒരു ഇരുട്ടിൽ കൂടെ യാത്ര കഴിയുമ്പോൾ ഒരു വെളിച്ചം തിരിച്ചു വരും. പകൽ സൂര്യൻ ഉദിക്കുന്നത് പോലെ ഒരു രാത്രി കഴിയുമ്പോൾ ഒരു സൂര്യൻ കടന്നു വരും. അതുകൊണ്ടാണല്ലോ ഈ മൽപ്പിടുത്തം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിനകത്തൊരു വാക്യം എഴുതിയിട്ടുണ്ട്, ഈ ഉൽപ്പത്തി 32. അതൊരു മനോഹര വാക്യമാണ്. അവനെ ഞാൻ പോയിക്കാം, നീ എൻ്റെ പേർ ഇതാ യാക്കോബിൻ്റെയാണ്, നീ എൻ്റെ പേർ ചോദിക്കുന്നത് എന്തെന്ന് അവൻ അവിടെ വെച്ച് എന്ന് ചോദിച്ചു. അവിടെ വെച്ച് അവനെ അനുഗ്രഹിച്ചു. ദൈവം യാക്കോബിനെ അനുഗ്രഹിച്ചു. എന്തൊരു മനോഹരമല്ലേ! അനുഗ്രഹിച്ചെന്ന് പറ നേടിയെടുക്കേ. ഇത് കേൾക്കുമ്പോൾ നിങ്ങളെ അനുഗ്രഹിച്ചെന്ന് പറ. ചില പ്രാർത്ഥനയുടെ അന്ത്യമായിരിക്കും നിങ്ങൾ കേൾക്കുന്ന ഇത്. ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് അപ്പം ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോബ് പറഞ്ഞ ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു. ദൈവത്തെ കണ്ട സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു. അവൻ പെനിയേൽ കടന്നു പോയപ്പോൾ സൂര്യൻ ഉദിച്ചു. ദൈവത്തെ കണ്ടോ, സൂര്യൻ ഉദിച്ചു. നിൻ്റെ ജീവിതത്തിൻ്റെ ദൈവത്തെ എപ്പോൾ കണ്ടോ സൂര്യൻ ഉദിക്കും. ദൈവത്തെ കണ്ട് കഷ്ടമല്ല, ദൈവത്തെ കണ്ടാൽ സൂര്യൻ ഉദിക്കുകയാണ്. തന്നെ യോ പറഞ്ഞില്ലേ, ഞാൻ എന്നെക്കുറിച്ച് കേട്ടേ ഉള്ളൂ, പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. എല്ലാം ഇരട്ടിയായിട്ട് കൊടുത്തു. കൂട്ടുകാരെ കൊണ്ട് യോവിന് വേണ്ടി പ്രാർത്ഥിപ്പിച്ചു. ആ ദൈവം നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. എന്ത് പ്രശ്നം വന്നാലും എൻ്റെ ഏറ്റവും വലിയ ആയുധം പ്രാർത്ഥനയാണ്. അതിനാരും എനിക്ക് കൂട്ടുവേണമെന്നില്ല. ഞാൻ എൻ്റെ വേദപുസ്തകം എടുത്തുകൊണ്ട് എൻ്റെ മുറിക്കകത്തോട്ട് കയറി കർത്താവിൻ്റെ ഒരു വചനമെടുത്ത് അത് 1 പ്രാവശ്യമല്ല, 10 പ്രാവശ്യമല്ല, ചിലപ്പം പല പ്രാവശ്യം, അണ്ടിൽ ദാറ്റ് ബിക്കംസ് മീ, അതുവരെ പ്രാർത്ഥിച്ച് എൻ്റേതാക്കും. അത് ഏത് വാഗ്ദത്തമാണ് തന്നിരിക്കുന്നത്, അത് കിടക്കുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും അടുക്കളയിൽ നിൽക്കുമ്പോഴും ബാത്റൂമിൽ എവിടെയാണ് ഞാൻ അവിടെയെല്ലാം ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും, അല്ലെ അത് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. കർത്താവുമായിട്ടുള്ള ആ ബന്ധം ഒരിക്കലും മാറാൻ സമ്മതിക്കില്ല. ഈ യാഗത്തിൻ്റെ തീ ഒരിക്കലും കെട്ടുപോകത്തില്ല. ഈ ഒരു വിഷയത്തിന്മേൽ ജയമെടുക്കുന്നിടം വരെ തീ കത്തിക്കൊണ്ട് തന്നെ ഇരിക്കട്ടെ. അതുകൊണ്ടാണ് ചിലർ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ചിലർ കുറേ നേരം മുട്ടുകുത്തി മെഴുകുതിരി കത്തി വെച്ച് പ്രാർത്ഥിക്കും. അവർക്ക് കോൺസെൻട്രേഷൻ കിട്ടും. ഓരോരുത്തർ ഓരോ തരത്തിലാണ് പ്രാർത്ഥന. ചിലർ വചനമെടുത്ത് അത് തന്നെ പറഞ്ഞു, ചിലർ ആത്മാവിൽ കമന്ന് കിടന്ന് പ്രാർത്ഥിക്കും. ഏത് പ്രാർത്ഥനയാണ് പരിശുദ്ധാത്മാ പറയുന്നത് വെച്ചാൽ അവർ ചെയ്യട്ടെ. അപ്പം ചിലർക്ക് തന്നെ പ്രാർത്ഥിക്കാൻ വയ്യാത്തപ്പം കൂട്ടിന് ആളുകളെ കൊടുക്കും. ഒരാൾ മതി ആത്മാവിൽ ചേർന്ന്. 2 പേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ കാര്യം നേടും. അങ്ങനെ ദൈവം നമ്മുടെ കൂടെ നിന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നൊരു ദൈവമാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പം പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നത് തന്നെ എന്തൊരു സന്തോഷമല്ലേ. പ്രാർത്ഥനയ്ക്ക് കൃപയുള്ളവരെ കാണിച്ചു തരണമേ. എൻ്റെ കൂടെ നിന്ന് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാൻ കഴിവുള്ളവരെ തരണമേ. ഹൃദയത്തിൽ അഴുക്ക് ചിന്തയുള്ളവരെ കൊണ്ടുവരരുതേ. യഥാർത്ഥത്തിൽ
സ്വന്തം കാര്യം പോലെ എൻ്റെ വിഷയം എടുത്ത് പ്രാർത്ഥിക്കാനുള്ളവർ ഉണ്ടാകട്ടെ. രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഉത്തരം തന്നിരിക്കും. എന്നാൽ ഏകനായിട്ട് യുദ്ധം ചെയ്തവരാണ് യേശുക്രിസ്തു, യാക്കോബ്, അങ്ങനെയൊക്കെയുള്ളവർ. ആ കൃപയും കൂടെ തന്നാട്ടെ പിച്ച. ഏകനായി നിന്നാലും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ പ്രാർത്ഥിച്ച് നേടിയെടുക്കാനുള്ള കൃപ തന്നാട്ടെ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവത്തിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.